ഇതിൽ ഇപ്പോൾ ജെയ്സൺ ചാമവളപ്പിൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. തൃശ്ശൂരിൽ ജെയ്സൺ ചാമവളപ്പിൽ ഈ വലിയ കുത്തൊഴുക്കിലും LDF-നെ മുഖം രക്ഷിച്ചു നിർത്തിയത്, ഇത്രയെങ്കിലും പിടിച്ചു നിർത്തിയത് തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ മാത്രമാണ് 13-ൽ 9 ഇടങ്ങളിലെങ്കിലും LDF-ന് ആത്മവിശ്വാസത്തോടുകൂടി തലയുയർത്തി നിൽക്കാൻ കഴിഞ്ഞത്. മണലൂരടക്കം തൃശ്ശൂർ കൈവിട്ടുപോയെങ്കിലും, തൃശ്ശൂർ മണ്ഡലം കൈവിട്ടുപോയെങ്കിലും തൃശ്ശൂർ ജില്ലയിൽ പൊതുവെ LDF-ന് അനുകൂലമായൊരു ട്രെൻഡ് ഇക്കുറിയും ഈ വലിയ UDF സുനാമിയിലും ഉണ്ടായി. അരുൺകുമാർ, ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ ഘട്ടത്തിൽ ഏറ്റവും പ്രതീക്ഷ വെച്ച സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ജില്ല LDF-നെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരായിരുന്നു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ 13-ൽ 12 സീറ്റും LDF-ന് നൽകിയ ജില്ലയാണ്. ആ ആത്മവിശ്വാസം ഇത്തവണയും തുടർന്നു LDF. അതേസമയം UDF-നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ ചാലക്കുടി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിൽ നിന്നും 3 കൂടി 4 മണ്ഡലത്തിലേക്ക് UDF-ന്റെ സാന്നിധ്യം വർദ്ധിപ്പിച്ചു. അതേസമയം 2 മണ്ഡലങ്ങളിൽ നെക്ക് ടു നെക്ക് ഫൈറ്റ് എന്ന രീതിയിൽ അവസാന ഘട്ടത്തിൽ വിജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്ന സാഹചര്യം എത്തി. ഗുരുവായൂരും അതുപോലെ തന്നെ മണലൂരും. അതിൽ തന്നെ പരാജയം എന്ന് പറയുന്നത് 126 വോട്ടുകൾക്കാണ് TN പ്രതാപൻ മണലൂരിൽ പരാജയപ്പെട്ടത്. C രവീന്ദ്രനാഥ് 126 വോട്ടുകൾക്കാണ് മണലൂരിൽ വിജയിക്കുന്നത്. അതേസമയം ഇരിഞ്ഞാലക്കുടയിൽ മന്ത്രി ബിന്ദു പരാജയപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളെല്ലാം തന്നെ ഇരിഞ്ഞാലക്കുട പരാജയപ്പെടില്ലെന്ന ആത്മവിശ്വാസം LDF-നുണ്ടായിരുന്നു. സ്വാഭാവികമായും തൃശ്ശൂരും അതുപോലെ തന്നെ ചാലക്കുടിയുമൊക്കെ പരാജയപ്പെടുമെന്ന കണക്കുകൂട്ടൽ നേരത്തെ തന്നെ LDF-നുണ്ടായിരുന്നു. പക്ഷേ 4 സീറ്റിലേക്ക് UDF അവരുടെ സീറ്റ് ഉയർത്തി. അതേസമയം 9 എന്ന വളരെ മോശമല്ലാത്ത സ്ഥിതിയിൽ LDF നിലനിന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. കൊടുങ്ങല്ലൂരും അതുപോലെ തന്നെ LDF-ന് കൈവിട്ടു പോകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് കുമാർ അവിടെ വിജയിച്ചു. അവിടെ പരാജയപ്പെട്ട CPI-യുടെ സുനിൽ കുമാറാണ്. ഇത്തരത്തിൽ വലിയ പരാജയങ്ങൾ ഇല്ലാതെ, വലിയ അപകടങ്ങളൊന്നുമില്ലാതെ 9 സീറ്റ് കൊണ്ട് LDF-ന് വലിയ രീതിയിലുള്ള താങ്ങും തണലുമായി തൃശ്ശൂർ ജില്ല നിന്നു എന്ന് പറയേണ്ടി വരും. അതേസമയം വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം ഒരു സ്ഥലത്തും ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മന്ത്രി K രാജൻ 8000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഒല്ലൂരിൽ നിന്ന് വിജയിച്ചു. അതേസമയം BJP-ക്ക് വലിയ പ്രതീക്ഷ വെച്ചിരുന്ന 2 മണ്ഡലങ്ങൾ, ഒന്ന് തൃശ്ശൂരും മണലൂരും, 2 സ്ഥലത്തും 3-ാം സ്ഥാനത്തേക്ക് പോകുന്ന സ്ഥിതിയുണ്ടായി. നേരിയ വോട്ടിനാണ് തൃശ്ശൂരിൽ പത്മജ വേണുഗോപാൽ 3-ാം സ്ഥാനത്തേക്ക് പോയി. മൊത്തത്തിൽ പരിശോധിച്ചാൽ LDF-ന് മുഖം രക്ഷിക്കുന്ന ഒരു ജില്ലയായി മാറി തൃശ്ശൂർ എന്ന് നമുക്ക് പറയേണ്ടി വരും. അരുൺകുമാർ.